പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് ഞങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ നടന്നു നീങ്ങി ഞങ്ങളുടെ പാപപരിഹാരത്തിനു വേണ്ടി പാടുവീടുകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉദ്ധിതനായി പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് എഴുന്നള്ളിയിരിക്കുന്നു. ഇന്നും ഞങ്ങളോട് കൂടെയായിരിക്കുന്നു പൊന്നുതമ്പുരാനെ. വിശുദ്ധ മത്തായി 28:20 യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും എന്ന വചനത്തിലൂടെ ഇന്നും ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളോട് കൂടെയായിരിക്കുന്നു. നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എത്ര നന്ദി പറഞ്ഞ തീരാത്ത വലിയ കൃപയാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിയുന്നത്. ഈശോയെ, ഞങ്ങൾ ഈ നിമിഷം അങ്ങയുടെ തിരുമുൻപിലായിരിക്കുമ്പോൾ യോഹന്നാൻ 6:44 വലിയൊരു അഭിഷേകം, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരികയില്ല എന്ന് അരുളി ചെയ്തിട്ടുണ്ട്. വീണ്ടും 37-ാം തിരുവചനം, എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, ഞാൻ എൻ്റെ അടുക്കൽ വരുന്നവരെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഈശോയെ, വലിയ സ്നേഹത്തെയോ വലിയ കൃപകളെയോ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ, വലിയ സ്നേഹത്തിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ, നിയമാവർത്തന പുസ്തകം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. ഈശോയെ, അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളുടെ ഓരോ നടപ്പിലും എടുപ്പിലും അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ടല്ലോ. വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, അങ്ങയുടെ തിരുമുമ്പിൽ പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ അണയുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി നിയോഗങ്ങളുണ്ടല്ലോ. വിശുദ്ധ മത്തായി സുവിശേഷം 6:8 നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പിതാവ് അറിയുന്നു. ഈശോയെ, അങ്ങയുടെ തിരുമുൻപിലായിരിക്കുമ്പോൾ ഞങ്ങളായിരിക്കുന്ന അവസ്ഥ ഞങ്ങളെക്കാളും വ്യക്തമായി അറിയുന്ന നല്ല തമ്പുരാൻ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എളിയവരാണ്, പാപികളാണ്, ബലഹീനരാണ്. പക്ഷെ അങ്ങയുടെ വലിയ കൃപ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, പലവിധ വേദനകളാൽ കഷ്ടപ്പെടുന്നവർ, രോഗങ്ങളാൽ വേദനിക്കുന്നവർ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാൽ ക്ലേശിക്കുന്നവർ, തൊഴിൽ മേഖലയിൽ തടസ്സം അനുഭവിക്കുന്നവർ, പലവിധ തിന്മകളാൽ കഷ്ടപ്പെടുന്നവർ, കുടുംബസമാധാനമില്ലാതെ വേദനിക്കുന്നവർ, ജീവിത പങ്കാളിയിൽ നിന്ന് തിരസ്കരിക്കപ്പെടുന്ന ജീവിത അനുഭവങ്ങൾ, പലവിധ പാപ സാഹചര്യങ്ങളാൽ അടിമപ്പെട്ടു പോയവർ എല്ലാം ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികളെയും, അവരുടെ ജീവിതത്തെ, നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ, അവരായിരിക്കുന്ന കുടുംബത്തെ, ഭവനത്തെ, സ്ഥലത്തെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 34-ാം സങ്കീർത്തനം 5-ാം തിരുവചനം, അവിടുത്തെ നോക്കി അവർ പ്രകാശിതരായി, അവരൊരിക്കലും ലജ്ജിതരാവുകയില്ല. ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുന്നു.
അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുന്നു. ജീവിതത്തെ മുഴുവനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ തിരുമുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. വെള്ളത്തിന് മീതെ ഈശോ നടക്കുന്ന ആ ഭാഗമാണ്. രാത്രിയുടെ 4-ാം യാമത്തിൽ കാറ്റ് പ്രതികൂലമായി വീശിയിരുന്ന ആ സമയത്ത് വെള്ളത്തിന് മീതെ നടന്ന് തൻ്റെ പ്രിയ ശിഷ്യരുടെ അടുക്കലേക്ക് ഈശോ വരികയാണ്. ഈശോ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിക്കുകയാണ്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൻ്റെ ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമ്മോട് പറയുന്ന വചനം ഇതാണ്. നമ്മുടെ അടുക്കലേക്ക് ഈശോ വന്ന് പറയുകയാണ്, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. അപ്പോൾ പത്രോസ് ഈശോയോട് ചോദിക്കുകയാണ്, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണം. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട്, നീ സത്യമായും ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. ഈശോയെ, ഈ വചനത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണല്ലോ വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞങ്ങളുടെ ജീവിതവുമായി മുൻപോട്ട് പോകുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ പോലും ചിലപ്പോഴൊക്കെ അങ്ങയെ മനസ്സിലാക്കാനോ അനുഭവിക്കാനോ ഞങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ പ്രയത്നങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ഞങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവിക്കാറുണ്ട്. ആ സമയത്തൊക്കെ നല്ല തമ്പുരാനെ, അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ വലിയ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിയുന്നതിനെ ഓർത്ത് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എങ്കിലും ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം കൃപകൾ സ്വീകരിച്ചിട്ട് പോലും ഞങ്ങൾ ചിലപ്പോഴൊക്കെ വീണു പോകാറുണ്ട്, വിശ്വസിക്കാതെ പോകാറുണ്ട്. ഈശോയെ, എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പത്രോസ് യേശുവിൻ്റെ വാക്ക് കേട്ട് ജലത്തിന് മീതെ നടന്നു പോകുമ്പോഴും യേശുവിൻ്റെ തിരുമുഖത്തേക്ക് പത്രോസ് നോക്കി നടന്നപ്പോൾ അവൻ വീഴാതെ, വെള്ളത്തിൽ താന്നു പോകാതെ അവൻ നടക്കുകയാണ്. എപ്പോഴാണോ കാറ്റിൻ്റെ പ്രതികൂലത അവനെ ഭയപ്പെടുത്തിയത്, ആ ഭയത്തിലേക്ക് തിരിഞ്ഞത്, അവൻ വെള്ളത്തിലേക്ക് താന്നു പോവുകയാണ്. ഉടനെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച്, കർത്താവെ, രക്ഷിക്കണമേ. അവൻ വലതുകരം നീട്ടി അവനെ പിടിച്ചുയർത്തുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലും ഈ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ വലം കൈ നീട്ടി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ തിരുമുഖം ലക്ഷ്യമാക്കി, അങ്ങയുടെ വചനം ലക്ഷ്യമാക്കി ജീവിക്കുന്നതിന് പകരം ഞങ്ങൾ മറ്റു പലതിലേക്കും ശ്രദ്ധ പോകുമ്പോഴാണല്ലോ ഞങ്ങൾ വീണു പോകുന്നത്. ഈശോയെ, മാപ്പ് ചോദിക്കുന്നു, ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അങ്ങയുടെ തിരുമുഖം മാത്രം ലക്ഷ്യമാക്കി, അങ്ങയുടെ തിരുവചനം മാത്രം ലക്ഷ്യമാക്കി, അങ്ങയുടെ പരിശുദ്ധ കൂദാശകൾ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ. പലപ്പോഴും ഞങ്ങൾ വീണു പോകുന്നത് അങ്ങയുടെ തിരുവചനം മറക്കുമ്പോഴാണ്, അങ്ങയുടെ തിരുമുഖത്തെ നോക്കാതിരിക്കുമ്പോഴാണ്, അങ്ങേക്കാൾ ഉപരി മറ്റു പലതിനും വില കൊടുക്കുമ്പോഴാണ്. ഈശോയെ, മാപ്പ് ചോദിക്കുന്നു.
ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങേക്കാൾ ഉപരി അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുന്നതിന് പകരമായി, അങ്ങയുടെ വചനത്തിൽ പരിശുദ്ധ കൂദാശകളിൽ ആശ്രയിക്കുന്നതിന് പകരമായി ഞങ്ങൾ മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഈശോയെ മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ വലിയ കരുണയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവിലാവിൽ നൽകുന്ന തിരുരക്തത്താൽ ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനഭാഗത്തിന്റെ അവസാനം പറയുന്നുണ്ട്, അവരെല്ലാവരും നീ സത്യമായും ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് ആരാധിച്ചു. ഈശോയെ, ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, അങ്ങേക്ക് മാത്രമാണ് ഞങ്ങളെ ശാന്തമാക്കാൻ, ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നത്. ഉറച്ച ബോധ്യത്തോടെ ഞങ്ങളായിരിക്കുന്നു, വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകമായി പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളെയും അവരായിരിക്കുന്ന ഇടങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോയെ, അങ്ങ് തന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. ഇവരുടെ ജീവിതത്തിനെതിരെ കടന്നു വരുന്ന, ഇവരുടെ കുടുംബത്തിനെതിരെ കടന്നു വരുന്ന, ഇവരുടെ തൊഴിൽ മേഖലകൾക്ക്, പ്രാർത്ഥനകൾക്ക്, പ്രയത്നങ്ങൾക്കെതിരെ കടന്നു വരുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും, എല്ലാ അന്ധകാര ശക്തികളെയും, എല്ലാ കെട്ടുകളെയും, ബന്ധനങ്ങളെയും, എല്ലാ ജഡികാസക്തിയുടെ, മദ്യാസക്തിയുടെ ദുരാത്മാക്കളെയും, കുടുംബസമാധാനം നശിപ്പിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും, മന്ത്രവാദ, കൂടോത്ര, ആഭിചാര, ക്ഷുദ്രവിദ്യ, കൈവിഷത്തിന്റെ സാന്നിധ്യങ്ങളെയും സ്വാധീനങ്ങളെയും യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ, പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ, നിത്യകന്യക പരിശുദ്ധമ്മയുടെ സാന്നിധ്യത്തിൽ, മധ്യസ്ഥതയിൽ, വിശുദ്ധ കുരിശിലെ ബലിയുടെ അധികാരത്തിൽ, തിരുരക്തത്തിന്റെ യോഗ്യതയിൽ, വിശുദ്ധ വികാരിന്റെ സാന്നിധ്യത്തിൽ ബന്ധിക്കുന്നു. ശോയവയെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, കുരിശിന്റെ കീഴിലേക്ക് ആട്ടിപ്പായിക്കുന്നു, നിത്യനരകത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത തരത്തിൽ വിട്ടുപോകണമെന്ന് യേശുനാമത്തിൽ പൗരോഹിത്യാധികാരത്തിൽ ശാസിക്കുന്നു, കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കരുണയിലേക്ക്, അങ്ങയുടെ തൃപ്പാദത്തിങ്കിലേക്ക് ഞങ്ങളുടെ എല്ലാം സമർപ്പിച്ച് അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ യാചിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശാ ദിവ്യ കടാക്ഷം തൂഘടമേ വത്സരസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ നിൻ ദിവ്യവരങ്ങൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.